ജൂനിയേഴ്സ് മിക്കലും കമ്മിറ്റഡാടാ. ആ അപ്പൊ ആ പ്രതീക്ഷയും പോയി. ഇല്ലടാ, ആരിലേക്ക് ഉണ്ടാവും വേണ്ടി. എടാ നീ ആരെ നോക്കള്ളേ? എനിക്ക് കമ്മിറ്റഡ് ആവണ്ടേ? അവളെവിടെ? അവള് പുറത്തുണ്ട്. സൃഷ്ടി വാ. ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ, ബാക്കി ടേബിൾസ് എല്ലാം ഫില്ല. പിന്നെന്താ? താങ്ക്സ്. നിങ്ങളെ ഏതാ ഡിപ്പാർട്ട്മെന്റ്? ബോട്ടണി. അതെന്താ ബോട്ടെടുക്കാൻ കാരണം? ഏതിലൊക്കെ ഡിഗ്രി എടുക്കണ്ടേ, പിന്നെ ബയോളജിക്കായിരുന്നു മാർക്ക് കൂടുതൽ. എനിക്കും ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ആണോ തേർഡ് ഇയേഴ്സ് ആണോ? സെക്കൻഡ് ഇയർ മൾട്ടിമീഡിയ. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പേരെന്താ? ആദിത്യ. പോവാ, നിത്യ മാമിൻ്റെ അവറാ. അയ്യോ, എന്നാ വാ വേഗം പോവാ. പോവാ പോവാ. പൊക്കോട്ടെ. ഹലോ, പേരെന്തായിരുന്നു? ഹലോ, ഏയ് ഏയ് സൃഷ്ടി. താങ്ക്സ്. എൻ്റെ പേരെങ്ങനെ അറിയാം? അവർ വിളിക്കണേ കേട്ടു. ഓ ഓക്കെ. നിനക്ക് ഞങ്ങളുടെ പേരറിയാം? എടാ നീ എന്തിനാ അവളോട് എൻ്റെ പേര് മാറ്റി പറഞ്ഞേ? ഞങ്ങൾ 6th തൊട്ട് 12th വരെ ഒരുമിച്ചായിരുന്നു. പക്ഷെ അവൾക്ക് നിന്നെ ഒരു മാസം പോലും കണ്ട പരിചയം തോന്നിയില്ലല്ലോ. എടാ 6 വർഷം ഒരുമിച്ച് പഠിച്ചിട്ട് നിന്റെ പേര് പോലും അവർക്ക് ഓർമ്മയില്ലല്ലോ. ഞങ്ങൾ 6th തൊട്ട് 12th വരെ ഒരേ ക്ലാസ്സിലായിരുന്നു. വി വർ ഫ്രണ്ട്സ്. ആ ഫ്രണ്ട്ഷിപ്പ് 8th വെച്ച് റിലേഷൻഷിപ്പായി മാറി. 4 ഞങ്ങൾ കമ്മിറ്റഡ് ആയിരുന്നു. പക്ഷെ അവളുടെ പാരൻസ് അത്ര ഹാപ്പി ആയിരുന്നില്ല. എടാ അതൊക്കെ ഒരു വിഷയമാണോ? ഇരുന്ന് ചിന്തിക്കുമ്പോൾ അതൊരു വിഷയമായി തോന്നില്ല. പക്ഷെ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ മനസ്സിലാവും അതൊരു വിഷയമാണ്. പക്ഷെ ഞങ്ങൾ പിരിയണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നില്ല അവൾക്ക്. പക്ഷെ അറിയാലോ, പാരൻസിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പെരുമാറ്റവും അതിലൂടെയുള്ള ബ്രെയിൻ വാഷിങ്ങും. അങ്ങനെ ഞങ്ങൾ 12th വരെ ഞങ്ങൾ റിലേഷൻഷിപ്പ് എത്തിച്ചു. പിന്നെ അധികം അങ്ങനെ കാണാനൊന്നും പറ്റിയിരുന്നില്ല. മെസ്സേജിങ്ങിൻ്റെ അളവും കുറഞ്ഞു. One day she met with an accident and lost her memory, and I became a stranger to her. അവളെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു.
അവിടെ വെച്ച് അവളുടെ പാരൻസിനെ കണ്ടു. ഞാൻ അവളുടെ ലൈഫിലോട്ട് സൂട്ടബിൾ അല്ല, അവളുടെ ലൈഫിൽ ഞാൻ ഇല്ലാണ്ടിരിക്കുന്നതാണ് അവൾക്ക് നല്ലത് എന്നൊക്കെ അവളുടെ അമ്മ പറഞ്ഞു. ആൻഡ് ഷീ ടോൾഡ് ദാറ്റ്. അവൾ കുറച്ച് ദിവസം കണ്ടിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എത്ര ഹാപ്പി ആയിരുന്നില്ല. അതെന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് എന്നോട് പറയാതിരുന്നത്. ആൻഡ് ഇനി നീ അവളുടെ ലൈഫിലേക്ക് വരരുത്. ഇതൊരമ്മയുടെ റിക്വസ്റ്റാണ്. ഒരിക്കലും ഇനി നിങ്ങൾ തമ്മിൽ കാണരുത്. അവളുടെ അടുത്തുനിന്ന് നിൻ്റെ എല്ലാ ഓർമ്മകളും ഞാൻ മാറ്റിക്കോളാം. അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കഴിഞ്ഞ ആഴ്ച ജൂനിയേഴ്സ് ആദ്യമായി കോളേജിൽ വന്ന ദിവസം. അന്നോട്ട് ഇന്നുവരെ ഞാൻ മാക്സിമം ശ്രമിച്ചു അവളെ കാണാതിരിക്കാൻ. പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ അയാളെ എവിടെ കണ്ടിട്ടുള്ള പോലെ. അയാളോട് എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നുന്നു. ആ ശബ്ദം, ആ നോട്ടം, വിളി, മുമ്പ് എപ്പോഴും ഇതെല്ലാം ഞാൻ അനുഭവിച്ചതുപോലെ. അതൊക്കെ നിന്റെ വെറുതെ തോന്നലായിരിക്കും. ആയിരിക്കില്ലേ? എന്താ? എനിക്കെന്തോ അവന് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നു. ഐ ഫീൽ സംതിങ് സ്പെഷ്യൽ ടു ഹിം. എന്നാ പോയി പറ നിനക്കിഷ്ടമാണെന്ന്. അപ്പോൾ പറയാലേ? എന്നാവാ. ഇവൾക്ക് അല്ല പേരെന്തായിരുന്നു? ആദിത്യ. ആ, ആദിത്യ. ഇവൾക്ക് എന്തോ പറയാനുണ്ട്. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഞാനെന്തോ തന്നിലേക്ക് വല്ലാണ്ട് അട്രാക്റ്റഡ് ആവുന്നു. Sorry. I'm loving someone else. I can't love you. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ തോന്നിയപ്പോൾ ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. സോറി. ആദിത്യ, one year back, I met with an accident. I lost my memory. എൻ്റെ പേര്, എൻ്റെ പാരൻസ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഞാൻ മറന്നു. പക്ഷേ ഒരാളുടെ കണ്ണുകൾ, ശബ്ദം, അവൻ്റെ വിളി, അതുമാത്രം എവിടെയോ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അതത്ര ക്ലിയർ ആയിരുന്നില്ല അന്ന് ലൈബ്രറിയിൽ കാണുന്നവരെ. ഐ ഡോണ്ട് നോ വൈ ആർ സോ ഹെസിറ്റേറ്റഡ് ടു ടോക്ക് ടു മീ, ടു സീ മീ, സേഷ്. But I need you. I love you.